ഗൈസ്, വെൽക്കം ടു അവർ ചാനൽ. ഇത് പാർട്ട് 2 ആണ്. പാർട്ട് 1 നമ്മൾ ഇന്നലെ വിട്ടിട്ടുണ്ട്. നമുക്ക് ഡോർ തുറന്നിട്ടുണ്ട് ഗൈസ്. നമുക്ക് നേരെ പോവാം. ഗ്രാൻഡ് പേനെ കണ്ടിട്ട് ഞാൻ ആ ഗ്രാൻഡ് പേനെ കണ്ണിനടിച്ച് പൊട്ടിക്കും. ഗ്രാൻഡ് പേനോട് എനിക്ക് പണ്ടത്തെ കഴിഞ്ഞ ജന്മത്തെ എന്തോ ദുഷ്മണി ഉണ്ടെന്ന് തോന്നുന്നു. ഗൈസ്, ആ വാതിൽ വന്നിട്ടുണ്ട്. പിക്ചറും എടുത്തിട്ടുണ്ട്. ഗ്രാൻഡ് പേൻ്റെ പിക്ചർ തന്നെ വേണേനു. വേറെ ആളും പിക്ചർ കിട്ടിയിട്ടില്ല. ഗൈസ്, പിന്നെ നമ്മൾ സ്റ്റൺ ഗൺ എടുക്കുന്നുണ്ട്. ഗൈസ്, ഈ വഴിയിലൂടെ ഗ്രാൻഡ് പേൻ എടുക്കുന്ന എസ്കേപ്പ് ചെയ്യാൻ കഴിയും. പക്ഷെ അപ്പുറത്തോട്ട് വേണ്ടി വരും. ഗ്രാൻഡ് പേക്ക് മടങ്ങാൻ കഴിയൂല. മടങ്ങിയിട്ടുണ്ടെങ്കിൽ നടുപൊട്ടൂലേ. വയസ്സായി പോയില്ലേ ഗൈസ്, എന്താ ചെയ്യേ. ഗൈസ്, ഈടോട്ട് പോവാ ഗൈസ്. ഗൈസ്, ഈ വാലുകാർക്ക് ഇവിടെ ക്രോബാർ വേണ്ടി വരും ഗൈസ്. ക്രോബാർ എടുത്ത് പിന്നെ വരാം. നമ്മൾ ജനലിൻ്റെ ഉള്ളിൽ ലാസ്റ്റ് നടുവടിച്ച് പോറങ്ങി. ഗൈസ്, ഫ്രഞ്ച് എടുത്തിട്ടുണ്ട്. ഫ്രഞ്ച് താഴേക്ക് വേണ്ടിയാണ്. താഴെ ഗ്രാൻഡ് പാ വന്നിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ചാവും നമ്മൾ. സ്റ്റൺ ഗണ്ണും ഇല്ല. ഫ്രഞ്ച് എടുത്തിട്ട് നമുക്ക് വാട്ടർ ഫ്ലോ സ്റ്റോപ്പ് ചെയ്യാം ഗൈസ്. അപ്പോൾ ഗൈസ്, ഫ്രഞ്ച് എടുത്തിട്ട് വാട്ടർ ഫ്ലോ നമ്മൾ സ്റ്റോപ്പ് ആക്കിയിട്ടുണ്ട്. നേരെ പോവാ ഗൈസ്. ഗ്രാൻഡ് പാ വരുള്ളൂ. ഗ്രാൻഡ് പാ വന്നിട്ടുണ്ടെങ്കിൽ ഗണ്ണും ഇല്ല തല പൊട്ടിക്കണ്ടിട്ട്. ഗണ്ണുണ്ടെങ്കിൽ ഒരു പ്രശ്നമില്ല, തല പൊട്ടിക്കാനും. നേരെ പോവാ ഗൈസ്. ഗൈസ്, ഒന്നും കിട്ടുന്നില്ല. നമുക്ക് ഈ വാതിൽ തുറന്ന് നോക്കാം. ആ സ്റ്റൺ ഗൺ ഉണ്ട് ഗൈസ്. സ്റ്റൺ ഗൺ എടുത്ത് ഇനി തല പൊട്ടിക്കേണ്ടി വരും. ഈ വാതിൽ തുറക്കാം. പുറത്തുനിന്ന് തുറന്നിടാം. ഇതിൻ്റെ ഉള്ളൊന്നും കൊണ്ടാവാം. വെപ്പം കിട്ടിയിട്ടുണ്ടെങ്കിൽ നല്ലതാണ്. യെസ് ഗൈസ്, വെപ്പം കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ നേരെ വെപ്പം എടുത്ത് താഴെ പോയിട്ട് വെപ്പൺ എടുക്കാൻ പോകുന്നതാണ്. ഗൈസ്, ഇതിൻ്റെ ഉള്ളിൽ പോവാം. ഇനി വെപ്പൺ എടുക്കാം ഗൈസ്. ഗൈസ്, വെപ്പൺ എടുത്ത് ഉണ്ടിയെല്ലാം ഇട്ടിട്ടുണ്ട്. ഗൈസ്, വോയിസ് ഒഴിവാക്കിയിട്ടാണ് നമ്മൾ വീഡിയോ എടുക്കുന്നത്. അതുകൊണ്ട് ഇതിൻ്റെ വോയിസ് വരില്ല. സ്പൈഡർമാൻ്റെ തല പൊട്ടിക്കാൻ നോക്കുന്നുണ്ട് ഗൈസ്, പക്ഷെ കഴിയുന്നില്ല. പിന്നെ നോക്കാം. ആദ്യം ഗ്രാൻഡ് പേനൊപ്പം എഴുതാം ഗൈസ്. ഇവിടെ ഒരു ഉണ്ട കെട്ടിയിട്ടുണ്ട്. ഒന്നിക്ക് ഈ ഉണ്ടോട് ഗ്രാൻഡ് പേനെ പൊട്ടിക്കുക, അല്ലെങ്കിൽ സ്പൈഡർ പേനെ പൊട്ടിക്കുക. രണ്ടുണ്ടേ ഉണ്ട്, പ്രശ്നമില്ല. ഗൈസ്, ഗ്രാൻഡ് പേ വരുന്നുണ്ടോ? ഇല്ല ഗൈസ്, സേഫാ. ഗ്രാൻഡ് പേ ഉണ്ടെങ്കിൽ തല പൊട്ടിക്കാനും. ഇത് എടുത്തും ഗൈസ്. ഗ്രാൻഡ് പാ ടി വി ആയിട്ട് കാണുന്നുണ്ട്, അല്ലെങ്കിൽ ഉറങ്ങിയിട്ടുണ്ടെങ്കിൽ ഉറങ്ങുന്നെടുക്കുക തല വെട്ടിക്കും. എപ്പോൾ ഉറങ്ങി എപ്പോൾ അത്രയും തിരിയില്ല ഗൈസ്. ഗൈസ്, ഇനി സ്പൈഡർ ബേബീൻ്റെ അടുത്ത് പോവാ. ഇന്ന് ഞാൻ സ്പൈഡർ ബേബീനെ കൊന്നിട്ട് നിൽക്കും. പോകുമ്പോഴത്ത് പോലെയാണോ? പോകുമ്പോൾ എടുത്ത് വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ ഗണ്ണെല്ലാം എടുക്കാൻ പണിയാണ്. ഗ്രാൻഡ് പാ വന്നിട്ടുണ്ടെങ്കിലും പണിയാ. ഗൈസ്, അതാ സ്പൈഡർ ബേബി ഉണ്ട്. ഭക്ഷണം കഴിക്കുന്നു. നാളത്തെ തന്നെ പോലെ എപ്പാ കഴിച്ച് എപ്പാ ചത്തേന്ന് തിരിഞ്ഞിട്ടില്ല ഗൈസ്. ഗൈസ്, ഇവിടെ ഹെലികോപ്റ്ററൊക്കെ ഉണ്ട്. ഇപ്പം എടുക്കണില്ല, കാരണം ഗ്രാൻഡ് പാ വരൂ. കണ്ടോ, ഇനി ഗ്രാൻഡ് പാൻ്റെ കണ്ണെല്ലാം ചുവപ്പ് കളറാവും. ഗൈസ്, കണ്ണെല്ലാം ചുവപ്പ് കളറായിട്ട് വരുന്നുണ്ടായിരുന്നു. എല്ലാം മേച്ച് ഇപ്പം ഞാൻ അവനെ കൊല്ലുന്നു, പക്ഷെ ഒന്നും നടന്നിട്ടില്ല ഗൈസ്. ഗൈസ്, ഇനി ഹെലികോപ്റ്റർ കീ എടുക്കാം. ഹെലികോപ്റ്റർ കീ കൊണ്ട് ഇപ്പം നമുക്കൊരു കാര്യമില്ല, പക്ഷെ പിന്നെ ഹെലികോപ്റ്റർ കീ വേണ്ടി വരും. ഹെലികോപ്റ്റർ എസ്കേപ്പിന് ഹെലികോപ്റ്റർ കീ വേണം, അല്ലാണ്ട് ഹെലികോപ്റ്റർ എസ്കേപ്പിന് കഴിയില്ല. ഗൈസ്, നമ്മളിപ്പോൾ ഹെലികോപ്റ്റർ എസ്കേപ്പാണ് ചെയ്യാൻ പോകുന്നത്. താഴെ തുള്ളിയിട്ടുണ്ട്. ഇവിടെയൊന്നും കാണില്ല. ഗ്രാൻഡ് പേ ഇനി 2 മിനിറ്റ് കഴിഞ്ഞിട്ട് വരും. കൊയകാപ്പിളൊക്കെ ഗണ്ണെടുക്കാം. ഗൈസ്, നേരെ പോവാ. ഉണ്ട തീർന്നിട്ടുണ്ട് ഗൈസ്. പീസ് ഓഫ് പിക്ചർ കിട്ടിയിട്ടുണ്ട്. പിന്നെ ഗ്രാൻഡ് പേ ചത്താലും വരും. ചത്തിട്ട് മതിയായിട്ടില്ല എന്ന് തോന്നുന്നു. എൻ്റെ അടുക്കുന്ന
വടി കൊള്ളണം എന്ന് തോന്നുന്നു ഗ്രാൻഡ് ഫക്ക്. നല്ല പേരാലിട്ട ഗൈസ്, ഗ്രാൻഡ് ഫ ഗ്രാനി എന്നെല്ലാം പറഞ്ഞിട്ട്. ഗെയിം കളിക്കുമ്പോൾ നമ്മളെ സ്വന്തം ഗ്രാൻഡ് ഫ ഗ്രാനിയായിട്ട് കേട്ടിട്ടുണ്ടെങ്കിൽ തീർന്ന്. ഗൈസ് ഇനി വേറെ ഗെയിമെല്ലാം കളിക്കണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണോ? അല്ലെങ്കിൽ നമുക്കധികം കമൻറ്റ് ചെയ്യുന്ന ആളൊന്നും ഇല്ല. പ്ലീസ് ഗൈസ് സബ്സ്ക്രൈബ് ചെയ്യണം. പുതിയ ചാനലാണ്. ഒരെമ്മ കിട്ടിയിട്ടുണ്ട്, ഒന്നും കൂടി കിട്ടിയിട്ടുണ്ടെങ്കിൽ ഫുള്ളാവുന്നു. ഗൈസ് ഗ്രാൻഡ് പാ ഇപ്പം വരുമെന്ന് തോന്നുന്നു, 2 മിനിറ്റ് ആയി തോന്നുന്നു. പിന്നെ കമൻ്റ് അയച്ച ആൾക്ക് വളരെ വളരെ നന്ദി. ഇതുപോലെ സ്ഥിരം കമൻ്റ് അയക്കണോ? ഗൈസ് ഗ്യാസ് ഓയിലും കിട്ടിയിട്ടുണ്ട്. ഈ ഗ്യാസ് ഓയിലിന് ഹെലികോപ്റ്റർ എസ്കേപ്പും ബോട്ട് എസ്കേപ്പിനും വേണ്ടിയാണ് അവിടെ വെക്കുക. പിന്നെ നിങ്ങൾ ഒരു ഗ്രാൻഡ് പാ അല്ലെങ്കിൽ ഗ്രാനി ഒരാളിട്ടിട്ട് ഡോർ എസ്കേപ്പ് ചെയ്യാൻ പാടില്ല. ഡോർ എസ്കേപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ നനച്ചാവും. നമ്മളിപ്പം ഗ്രാൻഡ് പീ ഇട്ട് കളിക്കുന്ന ഗ്രാൻഡ് പീ ഇട്ടിട്ട് ഡോർ എസ്കേപ്പ് ചെയ്യുന്നെങ്കിൽ പുറത്ത് ഗ്രാനി കൊല്ലും. നമ്മൾ ഗ്രാനീനെ പുറത്ത് അടച്ചു വെച്ചിട്ടായിരിക്കും ഇരിക്കുക. ഡോർ എസ്കേപ്പ് ചെയ്താൽ പട കൊല്ലും. അതുകൊണ്ട് ഇപ്പം ഡോർ എസ്കേപ്പ് ചെയ്യണ്ട. ഒന്നിക്ക ബോട്ട് എസ്കേപ്പ് അല്ലെങ്കിൽ ഹെലികോപ്റ്റർ എസ്കേപ്പ് ചെയ്താൽ മതി. പിന്നെ ഗ്രാനി 2 കാർ എസ്കേപ്പ് ഇല്ല. ഗ്രാനി 1 കാർ എസ്കേപ്പ് ഉണ്ട്. ഗ്രാൻഡ് പാ വരുന്നുണ്ടോ? ഗ്രാൻഡ് പാ വരുന്നുണ്ടെങ്കിൽ ഇപ്പം ചാവും. ഗണ്ണുമില്ല. ഇനി താഴെ പോവുക ഗൈസ്. താഴെ ഒരിതും കൂടി ഉണ്ടാവും. കിട്ടിയിട്ടുണ്ട് ഗൈസ്. കട്ടിംഗ് പ്ലൈസ് കിട്ടിയിട്ടുണ്ട് ഗൈസ്. ഇനി നമുക്ക് നേരെ മേലെ പോവാ. ആള് ഡ്രോപ്പ് ചെയ്ത് കൊടുക്കാം. ഗൈസ് ഗ്രാൻഡ് ഫാൻ അപ്പത്തയക്കാന്ന് തോന്നുന്നു. അപ്പുറത്ത് വന്ന ഗ്രാൻഡ് ഫാൻ നമ്മൾ ഇപ്പോൾ പറ്റിക്കും. ഗ്രാൻഡ് ഫാൻ അതിലോട്ട് പോയിട്ട് ആ ഗ്രാൻഡ് ഫാനെ പറ്റിച്ചിട്ടുണ്ട്. ഗണ്ണിനും ഗ്രാൻഡ് ഫാൻ്റെ തലക്കൊക്കിയിട്ട് വടി വെക്കാനും. പിന്നെ ഗ്രാൻഡ് പക്ക് മുടിയില്ല ഗൈസ്. മുടിയുണ്ടെങ്കിൽ കുറച്ചും കൂടി പോവാൻ. ഗൈസ് ഇവിടെ ഡ്രോപ്പ് ചെയ്യാൻ തോന്നുന്നു. ഗൈസ് ഗണ്ണ് കാണിയാലും വെച്ചേ. ആ ഗൈസ് ഗണ്ണ് കിട്ടിയിട്ടുണ്ട്. ഷോർട്ട് ഗണ്ണാണ്. സ്റ്റൺ ഗണ്ണ് എവിടെയാണെന്നറിയാം. ഷോർട്ട് ഗണ്ണ് ഒരു സമയത്തേക്ക് വന്നു. ഇപ്പോൾ ഓർമ്മ വന്നു. ഗൈസ് ഈ പാട്ട് വെച്ച് കൊടുക്കാം. പാട്ട് വെച്ച് കൊടുത്ത ഗ്രാൻഡ് പാഡ് സ്റ്റക്കാവും നിൽക്കും കുറച്ച് സമയത്തേക്ക്. ഒക്കെ നോക്കാം. ഗ്രാൻഡ് പാ ഇല്ല, ഗ്രാൻഡ് പാ ഇല്ല. നേരെ പോവാന്ന് തോന്നുന്നു. ഡോർ നോക്കാം ഗൈസ്. ഗൈസ് വെറുതെ വാതിലെല്ലാം അടക്കുന്നുണ്ട്. പാവം ഗ്രാൻഡ് പാ കഷ്ടപ്പെടണ്ട. ഗൈസ് ഗ്രാനി ഉണ്ടെങ്കിൽ വാതിലെല്ലാം അടക്കുകയും പിന്നെയും തുറക്കേണ്ടി വരും. പിന്നെ ട്രാപ്പും വെക്കും ഗ്രാനി. അതുകൊണ്ട് ഗ്രാൻഡ് പാ കുറച്ചും കൂടി ഈസി ആയിരിക്കും ഗ്രാനീനെ കാട്ടും. ഗ്രാൻഡ് പാക്ക് പിന്നെ മര്യാദയ്ക്ക് ചെവിയും കേൾക്കൂല. അത് നല്ല കാര്യം. അത് ഷോർട്ട് ഗൺ എടുത്തിട്ടുണ്ട്. ഷോർട്ട് ഗൺ എടുത്ത് മേലെ പോവാം. ഗൈസ് ഇവിടെ ഷോർട്ട് ഗണ്ണിൻ്റെ എമൗണ്ട് വേറൊന്നുമില്ല മേലെ. ഗൈസ് ഒന്നുമില്ല ഗൈസ്, വെറുതെ തുറന്നതാണ് ഗൈസ്. ഈ സ്വിച്ചിൽ ഇങ്ങനെ ഷൂട്ട് ചെയ്യുമ്പോൾ സ്റ്റൺ ഗൺ കൊണ്ട് ഷൂട്ട് ചെയ്താൽ പിന്നെ റിസ്ക് ആണ്. ഒരു ഷോർട്ട് ഗണ്ണ് കിട്ടിയിട്ട് അങ്ങനെ ഷൂട്ട് ചെയ്യാവും. ഗൈസ് ഇനി കട്ടിങ് പ്ലെയർ ആവശ്യമുണ്ട്. ഗൈസ് ഡോർ അടച്ചിട്ടുണ്ട്.